ഹായ്, ചാനൽ റെഡിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഗസ്റ്റ് കളമശ്ശേരിയിൽ താമസിക്കുന്ന മലയാളികൾക്ക് വളരെ ഫെമിലിയറായ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് മിസ്റ്റർ സന്തോഷ് മാത്യു വോക്കി. അദ്ദേഹം ഫിലോസഫിയിൽ PhD ചെയ്യുന്ന ആളാണ് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും നമ്മൾ ഈ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂയിലൂടെ ചാനൽ റെഡിൻ്റെ പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സന്തോഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂ വളരെ നല്ലതായിരുന്നു. അത് ഇപ്പോഴാണ് കാണുന്നത്. അല്ല, ഒരു വർഷത്തിന് മുമ്പായിരുന്നു നമ്മൾ ആക്ച്വലി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു, പല വിഷയങ്ങളുണ്ടായി, വിവാദങ്ങളുണ്ടായി. ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ആർ യു വെരി ഹാപ്പി വിത്ത് ഇറ്റ്? ജീവിതം പല രീതിയിൽ പോകുന്നു. ഒരുപാട് ഫാദറിൽ വെച്ചാൽ വീട്ടിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഫിലിം റിവ്യൂ, PhD നോക്കണം, PhD റിസർച്ച് ആണ്. ഭയങ്കര മൾട്ടി ടാസ്കിംഗ് ആ ചെയ്യുന്നത്. PhD ഇപ്പൊ എത്രാമത്തെ ഇയർ ആയി? 4 റിസർച്ച് കമ്മിറ്റി കഴിഞ്ഞു, ഇനി 2 2 വർഷമായി. എൻവയോൺമെന്റ് പറഞ്ഞാൽ എനിക്ക് IIT ബോംബെയിലാണ് കിട്ടി. അവിടെ പോകേണ്ടതായിരുന്നു, ചില പേഴ്സണൽ കാരണം കൊണ്ട് ഇവിടെ നിൽക്കണം. ഇവിടെ കേരളത്തിൽ അങ്ങനെ വലിയ ഫിലോസഫിക്കൽ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഒന്നും ഇല്ല. ഇവിടുത്തെ മലയാളികൾ വിചാരം ഫിലോസഫിയുടെ പ്രാക്ടിക്കൽ അല്ല, അങ്ങനെ ചിന്തയാണ്. പിന്നെ പൊതുവേ ഫിലോസഫി കുറച്ച് നെഗറ്റീവ് ആവുന്നുണ്ട്, കാരണം എല്ലാ സബ്ജക്റ്റും എല്ലാ ഫിലോസഫിയിലാണ് വരുന്നത്. പക്ഷേ ഇത് അക്കാഡമിക്സിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. നല്ല കാരണം പറഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി സെർച്ച് ഫോർ ട്രൂത്ത്. അപ്പോൾ കള്ളന്മാർക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ് അക്കാഡമിക്സിൽ മാത്രം. പിന്നെ അക്കാഡമിക് ഫിലോസഫി എടുത്ത് അക്കാഡമിക് ഫിലോസഫി ഓൾമോസ്റ്റ് ഡെഡ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞ കേട്ടാണ്. കാരണം പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. നമ്മളെ പഠിക്കുന്ന കാലത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പുതിയ ഐഡിയാസ് ഇറക്കുമ്പോൾ ഒട്ടും എൻകറേജിങ് അല്ല. ഇപ്പോഴും പഴയ സോക്രട്ടീസ് നീസിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈയിടെ സന്തോഷ് ജോർജ് കുളങ്ങര, യു നോ ഹിം റൈറ്റ്? അറിയാം. അപ്പോൾ പുള്ളി MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഉള്ള ഒരു വേദിയിൽ പുള്ളി പറഞ്ഞു പുള്ളിയുടെ മോള് ഫേസ് ചെയ്തൊരു പ്രോബ്ലം MG യൂണിവേഴ്സിറ്റി എന്നുള്ള. മോൾ എന്താ ഫേസ് ചെയ്താ? അതായത് മോള് ഊട്ടിയിലെ കൊടൈക്കനാലിലെ എവിടെ ഒരു IB ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ബാച്ചിലറേറ്റ്. ഇപ്പം നമ്മൾ ICSE CBSE ഒരു ബോർഡാണ്. അവിടെ പഠിച്ച ഒരു പുള്ളിക്കാരി, അവിടെ പഠിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മോള് അസംഷൻ കോളേജിൽ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചേർന്നപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പം ഈ IBA MG യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പുറത്താക്കിയ ഒരു പ്രശ്നത്തിൽ പുള്ളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ PhD ചെയ്യുന്ന ഒന്നും പറയുന്നില്ല, കാരണം അത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അത് കോൺട്രവേഴ്സ്യലാണ്. ഗൈഡിന്റെ പേര് പോലും പറയരുതെന്നാണ് പറയുന്നത്. ശരിക്കും എനിക്ക് IIT അങ്ങനെ IIT ചെയ്യേണ്ടതായിരുന്നു. എന്റെ ഗൈഡും പറഞ്ഞു ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിച്ചാണ്. MG യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ കോളേജിനെ കുറിച്ചോ ഗൈഡിനെ കുറിച്ചോ പറയാനില്ല. ആക്ച്വലി അവർ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആണോ അവിടെ? നല്ല എൻവയോൺമെന്റൊക്കെയാണ്, പക്ഷെ വലിയ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് MG യൂണിവേഴ്സിറ്റി അല്ല, കേരളത്തിലേ ഇല്ല. ഡൽഹിയിലും ഹൈദരാബാദിലും ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഫിലോസഫിയുടെ വില പലർക്കും അറിയില്ല. ഇപ്പൊ നമ്മൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആ വീഡിയോസ് ഇടുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ പ്രത്യേക തിങ്കിങ് ആണ്. വളരെ യൂട്ടിലിറ്റേറിയൻസ് ആണ് മലയാളികൾ. അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ആഗ്രഹമാണ് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, വളരെ നാരോ മൈൻഡ് തിങ്കിങ് ആണ്. ഒരുപാട് സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഉണ്ട്, അതൊന്നും ഇവർക്ക് അറിയില്ല. പണ്ട് അംബേദ്കറിലെ സോഷ്യോളജി പഠിച്ചിട്ട് പുള്ളി എവിടേക്കാണ് പോയെന്നറിയാം. ഇവിടുത്തെ ആൾക്കാർക്ക് വിവരമില്ല. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് ഫിലോസഫി എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വാട്ട് കുഡ് ബി ദ ഡെഫിനിഷൻ ഓഫ് ഫിലോസഫി? ഫിലോസഫി കുറച്ച് ഇന്റലക്ച്വൽ കാര്യമാണ്. മൊറാലിറ്റി എന്ന് പറയുന്നതാണ് റൈറ്റ് ടു റോങ് വ്യത്യാസം. ഫിലോസഫി കുറച്ച് ഇന്റലക്ച്വൽ ആണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് വിസ്ഡം ആണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇത്ര ഫിലോസഫി പഠിച്ചിട്ട് എന്നെക്കാട്ടും വിസ്ഡം ഞാൻ കണ്ട എന്റെ ഫാദറിലാണ്. പുള്ളി ഒരു ഫിലോസഫിയും പഠിച്ചിട്ടില്ല, പക്ഷെ നല്ല വിസ്ഡമുള്ള ആളാണ്. വിസ്ഡം പറഞ്ഞാൽ നോളജ് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു റാഷണൽ അപ്രോച്ച്, ലോജിക്കൽ അപ്രോച്ചാണ്. ഈ മിഡീവൽ കാലത്തല്ല ഈ റിലീജിയൻ ഡോമിനേറ്റ് ചെയ്തപ്പോൾ ആളുകൾ ലോജിക്കൽ തിങ്കിങ് കൊണ്ടുവന്ന ഫിലോസഫിയാണ്. ഇപ്പം നമ്മൾ ഫിലോസഫി പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് റിയൽ ലൈഫിൽ നമുക്ക് എന്ത് ചേഞ്ച് ആണ്? അത് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, കാരണം എല്ലാ സബ്ജക്റ്റും ഫിലോസഫിയാണ് വരുന്നത്. ലൈഫിലെ എല്ലാ ആസ്പെക്റ്റും ഫിലോസഫിയാണ്. ഇത്രയും ബ്രോഡായി വേറെ സബ്ജക്റ്റ് അല്ല, അപ്പൊ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ, ഞാൻ മറ്റു കൺട്രീസ് അല്ല എക്സെപ്റ്റ് UK, USA, വെസ്റ്റേൺ കൺട്രീസ്, ഇന്ത്യയിലെ ഫിലോസഫി പഠിക്കുന്നവർക്ക് എന്ത് കരിയർ ഓപ്പർച്യൂണിറ്റി എവിടെ ഉള്ളത് എക്സെപ്റ്റ് അക്കാഡമിക്സ്? വേറെ ഒന്നും ഇന്ത്യയിലില്ല. അക്കാഡമിക്സ് മാത്രമേ ഉള്ളൂ. പ്രൊഫസർ ആവുക, റിസർച്ച് ചെയ്യുക, പിന്നെ ബുക്കുകൾ എഴുതാം. ഇന്ത്യയിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. യൂറോപ്പിലെല്ലാം പിന്നെ സ്കോപ്പ് ഉണ്ട്. ഈ എത്തിക്സ് എല്ലാം ഭയങ്കര, അതല്ല ശരിക്കും പറഞ്ഞാൽ പലയിടത്തും അപ്ലൈ ആവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫിക്കാണ് സ്കോപ്പാണ്. BJP ഗവൺമെന്റ് വന്നോടെ ശങ്കരാചാര്യയുടെ ഇന്ത്യൻ ഫിലോസഫി ഭയങ്കര ഡിമാൻഡാണ്. ഇന്ത്യൻ ഫിലോസഫി സ്പിരിച്വൽ ആണ്.
പിന്നെ ഡൽഹിയിലും ഹൈദരാബാദ് നല്ല അവിടെ നല്ല എൻവയോൺമെന്റ് ആണ്. ഡൽഹിയിൽ പൊതുവെ ഹ്യൂമാനിറ്റീസ് നല്ല എൻവയോൺമെന്റ് ആണ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഡൽഹിയും ഹൈദരാബാദൊക്കെ നല്ലതാണ്. ഇപ്പൊ ഫിലോസഫിയുടെ മേജർ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണ് വേൾഡ് വൈഡ്? മെയിൻലി 5 ബ്രാഞ്ചാണ്. ഒന്ന് മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, എത്തിക്സ്, എയ്സ്തെറ്റിക്സ്, പിന്നെ ലോജിക്. ഈ 5 ഡിവിഷനാണ്. വളരെ ഒരുപാട് ടെർമിനോളജി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫിലോസഫി പഠിക്കുമ്പോൾ ആദ്യം ഗ്ലോസറിയിൽ വേർഡ്സിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായ സബ്ജക്റ്റ് ആണ്. എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഫിലോസഫി ഒരു പാഷനാണ്. ഇവൻ ഞാനും ഫിലോസഫി കുറച്ച് പഠിക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ആക്ച്വലി MBA ഇപ്പം ഫൈനൽ ഇയർ ആണ്. ആൻഡ് ഐ ഓൾറെഡി ഹാവ് എ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. സോ ഫിലോസഫി എസ്പെഷ്യലി ഇൻ മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ്, ഇതിലെല്ലാം നമ്മൾ ഫിലോസഫി മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ദാറ്റ്സ് ഹൗ ഐ ഓൾസോ കെയിം ഇൻ ടു യുവർ ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈസ്കൂൾ മുതലേ സൈക്കോളജിയും ലോയും പഠിപ്പിക്കണം. യെസ്, കാരണം അത് സൈക്കോളജി അറിയില്ലാത്ത പല പ്രശ്നമുണ്ട്. ഇവിടെ മെന്റൽ ഡിസീസ് വളരെ മോശമായിട്ട് കാണുന്നത്. പിന്നെ ലോ പലർക്കും അറിയില്ല, പല നിയമങ്ങളും അറിയില്ല. അപ്പോൾ അതെല്ലാം നേരത്തെ പഠിപ്പിക്കണം. ഫിലോസഫി പിന്നെ ആയാലും കുഴപ്പമില്ല. ഫ്രാൻസിലുള്ള ഫിലോസഫി ചെറിയ ക്ലാസ്സിലേ പഠിപ്പിക്കുന്നുണ്ട്. ഫിലോസഫി ഒരു ലെവൽ കഴിഞ്ഞേ പറ്റില്ല. കാരണം കുറച്ച് ഇന്റലക്ച്വൽ ആയതുകൊണ്ട് ഒരു ക്ലാസ് കഴിഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ ആകെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവൻ 11th 12th ഇല്ല. എന്തായാലും ലോയും സൈക്കോളജിയാണ് ഒരു ഹൈസ്കൂൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. ഞാനൊരു ക്ലിയർ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ ഈ ഡെവലപ്ഡ് കൺട്രീസ്, എസ്പെഷ്യലി ഈ റോയൽ വെൽത്തി ഫാമിലീസ് ഉണ്ടല്ലോ, അവർ കൂടുതൽ പഠിക്കുന്നത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്. മോസ്റ്റ്ലി അവർ ഒന്നേ ലോ പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, അല്ലെങ്കിൽ ഫിലോസഫി കൂടുതലായിട്ട് പഠിക്കുന്നവരുണ്ട്. പിന്നെ അവർ പഠിക്കുന്ന വേറെ സബ്ജക്ട് ബിസിനസ് ആണ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അവരെ സംബന്ധിച്ച് ഈ റൂളിംഗ് ക്ലാസ് ആണല്ലോ. ഇപ്പം രാജകുടുംബം, ഇപ്പം ഫോർ എക്സാമ്പിൾ UAE എമിറാത്തി റോയൽ ഫാമിലി, കുവൈത്തി റോയൽ ഫാമിലി, പിന്നെ ഗാന്ധി, ഫോർ എക്സാമ്പിൾ രാഹുൽ ഗാന്ധി, ഇവരൊന്നും എഞ്ചിനീയേഴ്സ് ഒന്നും അല്ല. ഇവരെല്ലാം റൈറ്റ്. കാരണം അവർ വർക്കിംഗ് ക്ലാസ് ആയതുകൊണ്ട് ജോലിക്ക് വേണ്ടിയാണ്. സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. എല്ലാവരും വേണം. അപ്പോൾ ഇവിടെ കേരളത്തിൽ ടു ബി ഓണസ്റ്റ് ഈ ആർട്സ് സ്റ്റുഡൻസും കൊമേഴ്സ് സ്റ്റുഡൻസും ഒരു റിയൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അല്ല, കോമേഴ്സ് പൊങ്ങി വരുന്നുണ്ട്. ആർട്ട് സ്റ്റുഡൻസ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണ് ഏറ്റവും നെഗ്ലക്റ്റഡ് ആവുന്നത്. യെസ്, ഇപ്പൊ സയൻസ് സ്റ്റുഡൻസ് ആണ് ഏറ്റവും ബ്രില്യന്റ് എന്നൊരു റോങ് കോൺസെപ്റ്റ്. ആക്ച്വലി ഓൺലി ഫോർ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. കറക്റ്റ്. ഈ സയൻസ് എടുക്കുന്ന മിക്കവർക്ക് അതിൽ ആപ്റ്റിറ്റ്യൂഡ് കൂടെ ഉണ്ടാവില്ല. വെറുതെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയാണ്. ഇപ്പൊ ഡോക്ടർ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഗുഡ് ഡോക്ടർ എന്ന് പറയില്ല. എല്ലാവരും ഡോക്ടർ ആവണം എന്താ, സ്റ്റാറ്റസ് മണിയും കിട്ടാൻ വേണ്ടി. സ്റ്റാറ്റസ് മണിക്ക് വേണ്ടിയാണ് മലയാളികൾ ജീവിക്കുന്നത്. വെസ്റ്റേൺ ഫിലോസഫിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? വെസ്റ്റേൺ ഫിലോസഫി ഭയങ്കര ലോജിക്കലാണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. എനിക്ക് വെസ്റ്റേൺ ഫിലോസഫി കൂടുതൽ താല്പര്യം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രീക്ക് ആണ്, പിന്നെ മീഡിയവൽ, പിന്നെ ഈ മോഡേൺ, പിന്നെ കണ്ടംപററി ഫിലോസഫി പറഞ്ഞാൽ അനലിറ്റിക്കലും കോണ്ടിനെന്റലും ആണ്. ഇതാണ് ബേസിക്കലി വെസ്റ്റേൺ ഫിലോസഫി. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിനെ എടുക്കുകയാണെങ്കിൽ അവർ എന്തുകൊണ്ട് ഗ്രോ ചെയ്തു എന്നതിനൊരു ഫിലോസഫിക്കൽ റീസൺ കൂടെയുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻ ചെയ്തുകൊണ്ടാണ് അവർ കൊളോണിയലൈസേഷനിൽ പോയത്. പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ചില പ്രശ്നങ്ങളുണ്ട്. യെസ്, ഐ മീൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് കുറച്ച് യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കാത്തലിക് ചർച്ച് മുൻകൈ എടുത്ത് കുറെ യൂണിവേഴ്സിറ്റീസ് അച്ഛന്മാർ ഒരുപാട് ഫിലോസഫിയിലും തിയോളജിയിലും ഒരുപാട് ഡിഗ്രി എടുക്കുന്നുണ്ട്. എക്സാക്ട്ലി. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് പാദുവ, യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോണ ഒക്കെയാണ്, അല്ലെ റോം യൂണിവേഴ്സിറ്റീസ്. ഇവരാണ് ഫസ്റ്റ് ഈ വൈക്കിംഗ് എറ കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു ടർബുലന്റ് പാസ്റ്റ് ഉണ്ടല്ലോ, അതിനുശേഷം അവിടെ യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് ഇത് കാറ്റലിസ്റ്റ് ആയത്. ദെൻ ദേ കെയിം ഫോർ ദ കൊളോണിയലൈസേഷൻ. പിന്നെ റോ മെറ്റീരിയൽസിന് വേണ്ടി ഒരുപാട് കോണ്ടിനെന്റ്സ് ഇവർ കീഴടക്കി. അങ്ങനെയാണ് ഇവരുടെ ഗ്രോത്ത് പോകുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വേറെ കാരണം ന്യൂട്ടോണിക് മെക്കാനിക്സ്, ന്യൂട്ടന്റെ ഇത് വന്നപ്പോഴാണ് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട്. ഇന്ത്യൻ ഫിലോസഫിയെ ഫണ്ടമെന്റലി വെസ്റ്റേൺ ഫിലോസഫിയായിട്ട് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ ഫിലോസഫി വളരെ സ്പിരിച്വൽ ആണ്, റിലീജിയസ് ആയിട്ടുള്ള സംഭവമാണ്. അതിനെക്കാട്ടും ഡെവലപ്ഡ് വെസ്റ്റേൺ ഫിലോസഫിയാണ്. വെസ്റ്റേൺ ഫിലോസഫി സയന്റിഫിക്കും റാഷണലും എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആണ്. അത് ഇപ്പൊ അത് കുറച്ച് ഫെമിനിസ്റ്റ് ഫിലോസഫിയെ മാറുന്നുണ്ട്. അനലിറ്റിക് ഫിലോസഫി വന്നതോടെ, മെയിൽ ഡോമിനേറ്റർ ആയോടെ ഫെമിനിസ്റ്റ് ഫിലോസഫി വന്നിട്ടുണ്ട്. പൊതുവേ ഗ്രീക്ക് ഫിലോസഫിയിലെ ഗ്രീക്ക് ഫിലോസഫി എംപറിക്കൽ അല്ലേ, ഭയങ്കര മെറ്റാഫിസിക്കലും റാഷണലായ കാര്യമാണ്. ശരിക്കും ഫിലോസഫിയുടെ മോഡേൺ ഫിലോസഫി ഡെക്കാർട്ട് മുതലാണ് ശരിക്കും ഒരു സയന്റിഫിക് അപ്രോച്ച് വരുന്നത്, സയന്റിഫിക് ടെമ്പർ വരുന്നത്. മിഡീവൽ കാലത്ത് വളരെ മോശമായാണ്. കാരണം ആ സമയത്ത് ഒരുപാട് പേര് കൊല്ലുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും റാഷണൽ ആയിരുന്നില്ല. ഇപ്പൊ രണ്ട് മെയിനില്ല, കോണ്ടിനെന്റൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ, അല്ല അതിലാണ് എല്ലാവരും പോകുന്നത്. എപ്പിസ്റ്റമോളജി എന്നുള്ളൊരു വേർഡ് നേരത്തെ പറഞ്ഞു, നോളജ് ഉണ്ട്. യെസ്. അപ്പോൾ എപ്പിസ്റ്റമോളജി ആക്ച്വലി എവിടെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ?
അതെല്ലായിടത്തും ഉണ്ടല്ലോ. അതിന്റെ സ്റ്റാർട്ടിങ് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ഉണ്ട്. നമുക്ക് ട്രൂ നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും. നോളജ് പല രീതിയിലുണ്ട്. ശരിക്കും അക്യുറേറ്റ് നോളജ് കിട്ടി നമ്മൾ അനലൈസ് ചെയ്യണം. നോളജ് കിട്ടിയിട്ട് അതിൽ നോളജ് ഇപ്പൊ ഈവൻ ഇന്ത്യൻ ഫിലോസഫിയിലും ബേസിക്കലി നോളജ് ആണ്. അവർ പറയും മായ മറ്റുള്ള പറയാനുണ്ട്. അയാൾ ഓവർകം ചെയ്യുന്ന നോളജ് വേണമെന്ന് പറയാം. പക്ഷെ ഐൻസ്റ്റൈനെ പോലെ ആൾക്കാർ പറയാൻ നോളജ് അല്ല, ഇമാജിനേഷൻ ശരിക്കും ഇന്റലിജൻസ് എന്ന് പറയാം. പക്ഷെ ഒരുപാട് ഈ ഫിലോസഫിയിൽ ഈ അക്കാഡമിക് ഫിലോസഫി ബേസിക്കലി സ്കോളർലി ആണ്, നോളജ് ഓറിയന്റഡ് ആണ്. പക്ഷെ ഇപ്പൊ ബർട്ടൺ റസൽ എടുത്ത് കഴിഞ്ഞാൽ പുള്ളി ഒരു സ്കോളറാണ്. പക്ഷെ വിറ്റ്ഗൻസ്റ്റൈൻ പറയുന്ന ആളൊരു ജീനിയസ് ആണ്. ജീനിയസ് പറയുമ്പോൾ മോർ ഇമാജിനേഷനും തോട്ട് പ്രോസസും മറ്റേക്കാണ്. പക്ഷെ എല്ലാം വേണം, വായനയും വേണം, ചിന്തയും വേണം, രണ്ടും വേണം, രണ്ടും കൊണ്ടുപോകണം. ഇപ്പൊ ഈ ഫിലോസഫിന്ന് നമ്മൾ എക്സ്ട്രാബ്രേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് എത്തിക്സ്, മൊറാലിറ്റി, ഒബ്ജക്ടിവിറ്റി, ലോജിക് എല്ലാം വരുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനും ഒരു എത്തിക്സ് വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഈ എത്തിക്സിനെ എങ്ങനെ നോക്കി? എത്തിക്സ് വലിയ റിലേറ്റീവ് ആണ്. യൂണിവേഴ്സലായിട്ട് ഒരു എത്തിക് പോലും ഇല്ല. എത്തിക്സ് ആണ് ഇപ്പൊ സമൂഹത്തിൽ ഒട്ടും ഇല്ലാത്തത്. അത് കോർപ്പറേറ്റ് വേൾഡ് വന്നോടെ എത്തിക്സ് സംഭവം ഇല്ല. എല്ലാ ഫീൽഡിലും കോർപ്പറേറ്റ് ഡൊമിനേറ്റ് ചെയ്യാം. ബിസിനസ് ഫീൽഡിലും സയൻസ് ഫീൽഡിലും എത്തിക്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. കാരണം ഇത് രണ്ടും മിസ്യൂസ് ചെയ്യാം. ബിസിനസ് ഫീൽഡ് പിന്നും ഉണ്ട്, കാരണം ലോങ് ടേം നിൽക്കണമെങ്കിൽ എത്തിക്സ് വേണം. പക്ഷെ സയൻസിൽ ഒട്ടും അപ്ലൈ ചെയ്യുന്നില്ല. അത് സയൻസിൽ എത്തിക്സ് അപ്ലൈ ചെയ്യില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിന്റെ കുറെ പ്രശ്നം. എത്തിക്സ് ഒരുപാട് കമ്മിറ്റികളും പലയിടത്തും ഉണ്ടാക്കാം. പക്ഷെ എത്തിക്സ് ഒന്ന് റിലേറ്റ്, ഓരോ കൾച്ചർ മാറുമ്പോൾ ഓരോ കൺട്രി മാറുമ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. റിലേറ്റീവ് ആണ്. എത്തിക്സ് ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, 2000 ജനറേഷനും എല്ലാവരും സഫർ ചെയ്യുന്ന പ്രോബ്ലം. യു മീൻ ജെൻസി പോപ്പുലേഷനെ കുറിച്ചാണ് പറയാ? ആണ് പറഞ്ഞ. ഇപ്പൊ എത്തിക്സ് ഒട്ടും ഇല്ല ഇവിടെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആക്ച്വലി ജെൻസിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജനറേഷനാണ്. സോ ഈ 2000 കേസ് എന്താ അറിയില്ല, അവർ ടെക്നോളജിയിൽ ഗുഡാണ്, മൊബൈൽ ഫോൺ ഗുഡാണ്, ഇതൊക്കെയാണ്. പക്ഷെ അവർക്ക് ഹ്യൂമൻ സൈഡ് കുറവാണ്, കാരണം അവർ ആൾക്കാരെ കാണുന്നില്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച എത്തിക്സ്, മൊറാലിറ്റി, ഒബ്ജക്ടിവിറ്റി മുതലായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഇപ്പൊ ലോജിക്കൽ റീസണിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിലോസഫിയിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ലോജിക്കൽ സ്റ്റാർട്ട് ചെയ്ത് സിലോജിസ്റ്റിക് ലോജിക് എന്ന് പറയാം, സ്റ്റാർട്ട് ചെയ്ത അരിസ്റ്റോട്ടിലാണ്. പിന്നീട് 20th സെഞ്ചുറിയിലായപ്പോൾ ബൂൾ, ഫ്രഗെ രണ്ടുപേരും ചേർന്ന് അത് മോഡിഫൈ ചെയ്ത് സിംബോളിക് ലോജിക്കായി മാറ്റി. ഈ സിംബോളിക് ലോജിക്കിന് കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ലോജിക്ക് ഫിലോസഫിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസിന് മാത്സ് ആണെങ്കിൽ ഫിലോസഫിക്ക് ലോജിക്കാണ്. ഇപ്പോൾ അനലിറ്റിക് ഫിലോസഫിയാണ്, അതാണ്. ഈ ബർട്ടൺ റസൽ, വിറ്റ്ഗൻസ്റ്റൈൻ, അങ്ങനെ കുറേ പേരുണ്ട്. ആംഗ്ലോഫോൺ ഫിലോസഫി എന്ന് പറയും, ബ്രിട്ടീഷ് അമേരിക്കൻ ഫിലോസഫി. ബ്രിട്ടീഷ് അമേരിക്കൻ ഫിലോസഫി ലോജിക് ബേസ്ഡ് ആണ്. ഇമാനുവൽ കാന്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോജിക്കൽ റീസണിങ്ങും മെറ്റാഫിസിക്സും എങ്ങനെയായിരിക്കും? രണ്ടും മെറ്റാഫിസിക്കലായ കാര്യം റാഷണൽ എന്ന് പറയാം, കാരണം രണ്ടിനും എക്സ്പീരിയൻസ് വേണ്ട. ലൈഫ് എക്സ്പീരിയൻസ് വേണ്ട, അപ്രോറിയാണ്. മറ്റേ സയൻസ് ആണ് അപ്രോറി, എക്സ്പീരിയൻസ് വേണ്ട. അപ്പോൾ ലോജിക് മെറ്റാഫിസിക്സ് ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫി വളരെ ലോജിക്കലും മെറ്റാഫിസിക്കലും ആണ്. ഈ മെറ്റാഫിസിക്സ് എലിമിനേറ്റ് ചെയ്യാനാണ് ലോജിക്കൽ പോസിറ്റീവ്സ് വന്നത് 1920s വിയന്ന സർക്കിളിൽ. പക്ഷേ മെറ്റാഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിയോണ്ട് ഫിസിക്സ് അല്ലെങ്കിൽ ബിയോണ്ട് സയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ദൈവം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ട്രാൻസ്ജെൻഡറിലെ കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ലോജിക്കൽ പോസിറ്റീവ്സിൽ ഏറ്റവും വലിയ കുഴപ്പമാണ് എംബറിസിക്സ് അവർ കട്ടി കളി. മെറ്റാഫിസിക്സിൽ എംബറിക്കലല്ല അവർ കളയാതെ നോക്കുക, അത് ശരിയല്ല. ഈ ഗോഡ് കോൺസെപ്റ്റ് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നതും എക്സിസ്റ്റ് ചെയ്യുന്നതും മെറ്റാഫിസിക്സിലാണല്ലോ. മെറ്റാഫിസിക്സ്. അപ്പോൾ ഇൻ യുവർ ഒപ്പീനിയൻ ശരിക്കും ദൈവം ഉണ്ടോ ഇല്ലയോ? ഇൻഡിപെൻഡന്റ് ചെയ്ത് ചെയ്യാൻ അഗ്നോസ്റ്റിക് ആണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ പല ലോജിക്ക് വെച്ച് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എംബറിക്കല് ദൈവവും ഇല്ല. പിന്നെ ഇവിടെ കുറെ റാഷണൽ ഗ്രൂപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിലർ ഗോഡ് ബിലീഫിലേക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചിലർ ഞാൻ പല എത്തിസ്റ്റിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പണ്ടത്തില ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്. റിലീജിയസ് പല ആൾക്കാർക്ക് മനുഷ്യത്വം ശരിക്കും കുറവാണ്. പക്ഷെ അവർ ഈ ദൈവം ഇല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യവർക്ക് ഭയങ്കര ഒരു വരെയാണ് ദൈവം ഇല്ല എന്ന് കാണിക്കാൻ. റിലീജിയൻ ആവശ്യമില്ലെങ്കിൽ ദൈവം ആവശ്യമുണ്ട്. കാരണം ഒരു പൊട്ടനെ ചട്ടൻ ദൈവം ചടിക്കാൻ അതായത് സംശയമാണ്. പക്ഷെ റിലീജിയൻ ആവശ്യമില്ല. റിലീജിയൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഗോഡ് എന്ന കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. അത് സയന്റിസ്റ്റുമാരിൽ വേറെ ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐൻസ്റ്റീനുള്ള എനർജി ആ രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ ഒരു മോറൽ വാല്യൂസിന് ഗോഡ് ആവശ്യമുണ്ട്, റിലീജിയൻ ആവശ്യമില്ല. വാട്ട് അബൌട്ട് എസ്തെറ്റിക്സ്? എസ്തെറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലായിടത്തും ഉണ്ട്, ആർട്ടിൽ മാത്രമല്ല. ഇപ്പൊ മാത്സിൽ ഒരു ഇക്വേഷനിൽ പോലും എത്തിക്സ് ഉണ്ടെന്ന് സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വേഗം ആർട്ട് മാത്രമാണ്. പക്ഷെ എസ്തെറ്റിക്സ് വളരെ ബ്രോഡാണ്. ഈവൻ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എസ്തെറ്റിക്സ് ഉണ്ട്. എസ്തെറ്റിക്സ് എല്ലായിടത്തും ഉണ്ട്. ബ്യൂട്ടിയാണ്, ലാവണശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ എത്തിക്സ് ഉണ്ട്, നാട്യശാസ്ത്രത്തിൽ പറഞ്ഞാൽ. നമ്മളിവിടെ കാണുന്ന സിനിമയൊന്നല്ല ശരിക്കുള്ള എസ്തെറ്റിക് ഫിലിം. ശരിക്കും എസ്തെറ്റിക്സ് പറഞ്ഞാൽ അവിടെ ഇമോഷൻ ഉണ്ടാവില്ല. ഇവിടുത്തെ അങ്ങനെ പത്മരാജൻ ഭരതമൻ കുറച്ച് പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ഇമോഷണൽ ചാർജിങ്, ഡിസ്ചാർജിങ്ങും
പിന്നെ നമ്മൾ റിയാലിറ്റി ഡിവേറ്റ് ചെയ്യും, അതിനോട് അഡിക്റ്റഡ് ആവും. അങ്ങനെയൊക്കെയാണ് വേൾഡ് സിനിമയിലെ എസ്തെറ്റിക്കാണ്. ഇപ്പോഴത്തെ യൂത്ത് വേൾഡ് സിനിമ കുറേ കാണുന്നുണ്ട്, അതൊക്കെ റിയൽ ഫിലിംസ്. എസ്തെറ്റിക്സ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഫിലോസഫേഴ്സിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീനെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, ഐൻസ്റ്റീൻ അത്ര വലിയ ആളൊന്നല്ല. ഐൻസ്റ്റീന് ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഐൻസ്റ്റീനെക്കാട്ടും എടുക്കാനായാലും ന്യൂട്ടൺ, ടെസ്ല, ഡാവിഞ്ചിയാണ്. ഏറ്റവും അധികം തെറ്റിക്കപ്പെടുന്ന ഡാവിഞ്ചി കലാകാരനാണ് എല്ലാവരും വിചാരിച്ചത്. കലാകാരൻ മാത്രമല്ല, പല 10-15 ഫീൽഡ് കൈപിടിച്ച ആളാണ്. ഐൻസ്റ്റൈൻ ആകെ ഫിസിക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളെ അയാൾ ജൂ ആയതുകൊണ്ടാണ് ഇത്രയും പൊക്കി വെച്ചിരിക്കുന്നത്. അയാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അയാൾക്ക് റിസർച്ച്, അയാൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല, പല ലിമിറ്റേഷൻ ഉള്ള ആളാണ്. അതിനെക്കാളും ബ്രില്യന്റ് ന്യൂട്ടനാണ്. പിന്നെ ഓൺലൈൻ അയാൾക്ക് ഇതിൽ ഡീപ്പിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ്, ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയാണ് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞത്. അതിൽ ജൂവിഷ് ഇതായതുകൊണ്ടാണ്. ഇപ്പൊ ഫിലോസഫേഴ്സ് ആൾദൈവമായിട്ട് മാറുന്നതിന് എങ്ങനെയാണ് അത് വളരെ ഫിലോസഫേഴ്സ് എപ്പോഴും ലോജിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ആൾദൈവങ്ങൾ ഒട്ടും ലോജിക്കലല്ലാത്ത കാര്യമാണ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ എറ്റേണിറ്റി ആണ്. അപ്പൊ ഇവരെല്ലാം മരിക്കുകയല്ലോ. പിന്നെ ഇങ്ങനെ ഈ ഓസ്റ്റോയെ കുറിച്ചല്ല എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. കാരണം ഈ വെസ്റ്റേൺ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സെക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവന്ന ആളാണ്. എത്ര രൂപ ഇവരുണ്ടാകും? യഥാർത്ഥ ഫിലോസഫർ ദരിദ്രനാണ്. ഇവർ സദ്ഗുരു അല്ലെങ്കിൽ ഓഷോ, ഇവരെല്ലാം എത്ര രൂപ ഉണ്ടാക്കണം? ഇവരും ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്പിരിച്വാലിറ്റി ഒരു ബില്യൺ ഡോളർ എല്ലാം കോർപ്പറേറ്റ് അല്ലേ. സ്പിരിച്വാലിറ്റി ആയാലും എഡ്യൂക്കേഷൻ ആയാലും മെഡിക്കൽ ഫീൽഡ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത എല്ലാം ഇപ്പോൾ കോർപ്പറേറ്റിന് കീഴിലാണ്. എവറിത്തിങ് ഹാസ് ബിക്കം ബിസിനസ്. നമ്മളുടെ ചെകുത്താനെല്ലാം ആദ്യകാലത്ത് എതിർത്തത്, ഈ പാസ്റ്റേഴ്സിനെതിരെ എതിർത്തത് വളരെ ജെന്യൂൻ ആണ്. കാരണം അവിടെ ഒരുപാട് ഈ ട്രാൻസ്ജെൻഡർ മൂവിയിൽ കാണിക്കുന്ന ഒരുപാട് ഇത് ഫണ്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഉപയോഗിച്ച് കാശിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സ്പിരിച്വാലിറ്റി മാത്രമല്ല, എല്ലാ ലൈനിലും ഉണ്ട്. എന്നാലും ഒരു ബിസിനസ് ഇവിടെ ഇല്ലാത്തൊരു കാര്യമാണ് എത്തിക്സ്. ഈ ഒരു ഫീൽഡിലും ഇല്ല. മൈ റിയൽ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഇപ്പം നമ്മൾ എല്ലാത്തിനും ഒരു ബിസിനസ് സൈഡുണ്ട്, ഒരു ട്രേഡ് സൈഡുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സൈഡുണ്ട്. നമ്മൾ ജീവിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇൻഡയറക്ട്ലി മണി ഇല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം ആണ്. ഒന്ന് കൊടുത്ത് ഒന്ന് മേടിക്കുക എന്നുള്ളതാണ് ശരിക്കും. എവറിത്തിങ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എത്തിക്സോട് കൂടിയ ഒരു ബിസിനസ് ആണോ, ബിസിനസ് സൈഡ് എല്ലാത്തിനും വേണമെന്നാണോ, അതോ ലോങ് ടേം നിൽക്കണമെങ്കിൽ എത്തിക്സ് തന്നെ വേണം. ടാറ്റ എന്ന കമ്പനി ഇത്രയും നാളെ പിടിച്ചിരിക്കാൻ കാരണം എത്തിക്സ് ഉണ്ടായതുകൊണ്ടാണ്. ബാക്കി എത്തിക്സ് കാണിക്കാത്ത എല്ലാവരും മുന്നിട്ടേ ഉള്ളൂ. സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ രാജു ആണെങ്കിലും, സത്യം കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും, ഈവൻ അംബാനി ആണെങ്കിലും എല്ലാവർക്കും പ്രശ്നം വരുന്നുണ്ട്. വിജയ് മല്യയുടെ ആണെങ്കിലും എത്തിക്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ടാറ്റ പോലെ കമ്പനിയിൽ പിടിച്ചേക്കുന്നത് ഇത്രയും വർഷമായിട്ട്. ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ട് ആവുള്ളൂ. ഞാൻ ഉണ്ടാകും 3 ഉണ്ണിവൻ സിനിമ കണ്ടിട്ട് ഞാൻ ഡയറക്ടറോട് ഭയങ്കര ദേഷ്യപ്പെട്ടത്. കാരണം ഒരു റോങ് മെസ്സേജ് കൊടുക്കുന്നത്. ഇന്നത്തെ യൂത്ത് മുഴുവൻ, ഇന്നത്തെ പല യൂത്തിന്റെ വിചാരം കുറെ അൺഎത്തിക്കൽ രീതിയിൽ പോയാൽ സക്സസ്ഫുൾ ആവും. അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ലോങ് ടേമിൽ വർക്കൗട്ട് ആവില്ല. ആദ്യമേ കുറെ വിജയം ഉണ്ടാവും, അവസാനം പരാജയപ്പെടും. അവിടെയാണ് ഗോഡ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പിന്നെ അൺഎത്തിക്കൽ ആൾക്കാരായിരിക്കും സ്കോർ ചെയ്യുന്നത്. ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ്. സബ്ജക്റ്റീവ് ആണ് പറയാം. ഓരോരുത്തർക്ക് ഇപ്പൊ ഐൻസ്റ്റൈൻ ഗോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരില്ല, ഓരോരുത്തർ ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ആണോ സബ്ജക്റ്റീവ് മൊറാലിറ്റി ആണോ നമ്മൾ ആക്ച്വലി? മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണ് ആക്ച്വലി, ഒബ്ജക്റ്റീവ് ആയിട്ടില്ല. കാരണം അത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി. ഇപ്പൊ ബൊളീവിയാണ് കൺട്രിയില്ല ഈ പിള്ളേരെ ചൈൽഡ് ലേബറിന് അനുവദിക്കും. ശരിക്കും അത് അലൗഡ് അല്ല. അവിടെ അനുവദിക്കാൻ കാരണം അവർ അത്രയ്ക്ക് പൂവർ കൺട്രിയാണ്. അപ്പൊ അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടൊന്നുമില്ല എത്തിക്സ്. എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എത്തിക്സും സോഷ്യൽ ചോയ്സ് തിയറിയിലുമാണ് അമർത്തിച്ചെ കൊണ്ട് എത്തിക്സും എക്കണോമിക്സും കൊണ്ട് കമ്പൈൻ ചെയ്യണം. അതുപോലെ എത്തിക്സ് എല്ലായിടത്തും വേണം. ഇന്നത്തെ ജനറേഷൻ അതില്ല. ഇന്നത്തെ പേരൻസ് ഒന്നും പിള്ളേരോട് പണം ഉണ്ടാക്കാനാണ് പറയുന്നത്, എത്തിക്കലായി ജീവിക്കാൻ പറയാനില്ല. കാരണം എക്കണോമിക്കൽ കണ്ടീഷൻസ്. നമ്മുടെ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫാദർ സച്ചിനോട് പറഞ്ഞത്, നീ ആദ്യം നല്ല മനുഷ്യനാവുക പിന്നെ ക്രിക്കറ്റർ ആവുക. അങ്ങനെ ആരും പറയുന്നില്ല. എല്ലാവരും പണം ഉണ്ടാക്കാൻ, മണി വേണം, മണിയിലാണ് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് എത്തിക്കൽ രീതിയിൽ പോകണം, എന്നാലേ ലോങ് ടേം നിൽക്കുള്ളൂ. മീൻസ് ഇല്ലീഗൽ ബിസിനസ്സുകളൊന്നും ബിസിനസ് അല്ലെങ്കിൽ എല്ലാം അവസാനം പുറത്ത് സർഫസ് ആവുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ട്. ഒന്നാണ് നമ്മൾ അൺഎത്തിക്കലായി നമുക്ക് മനസ്സമാനം ഉണ്ടാവില്ല, പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. അതന്നെയാണ് ഏറ്റവും വലിയ ലോസ്. ആ ഒരു സെൻസിൽ എടുക്കുവാണെങ്കിൽ ഈ റിലീജിയൻസ് ശരിക്കും ബിസിനസ്സിൽ അവർക്ക് ലോയും എത്തിക്സും ഒക്കെ ഉണ്ട്. അല്ല, ക്രിസ്ത്യൻ ഫിലോസഫി ഉണ്ട് എത്തിക്സിന്. അപ്പം ജൂതന്മാർ കാണുന്നുണ്ട് കോഷർ ലോസ് ഉണ്ട്, അവരുടേതായ ഒരു എന്താ പറയുന്നത് തോറയും പിന്നെ അവരുടെ ഒരു ഇതുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് ബിസിനസ്സിന്. അത് ഇസ്ലാമിലാണ് ഹലാൽ എന്ന് പറഞ്ഞൊരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. യുനോ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ടേം തന്നെയുണ്ട്. അവർക്ക് അതിൻ്റെതായ ഒരു കോഡ് ഓഫ് കണ്ടന്റ് ഷെറിയ കോംപ്ലൈന്റ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പം മഷ്റഖ് ബാങ്ക്, UAE ടോപ്പ് ബാങ്ക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഷെറിയ കോംപ്ലൈന്റ് ആയിട്ടാണ്. ഈവൻ ഹിന്ദു സൊസൈറ്റിയിലാണെങ്കിൽ പോലും ഹിന്ദു വേ ഓഫ് കണ്ടക്ടിങ് ബിസിനസ് ഉണ്ട്. ക്രിസ്ത്യൻ സൊസൈറ്റിയിലാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വേ ഓഫ് കണ്ടക്ടിങ് ബിസിനസ് ഉണ്ട്. ഏറ്റവും സക്സസ്ഫുൾ മുസ്ലിംസ് ആവും. മുസ്ലിംസ് ആണ് ബിസിനസ്സിൽ ഏറ്റവും
പ്രോഗ്രസീവ് ആയിട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്തായിരിക്കും? റീസൺ അവർക്ക് ഡിസിപ്ലിൻ ലൈഫ് ഉണ്ട്. ബേസിക്കലി റിലീജിയസ് ആൾക്കാർക്ക് ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ടാണ് ജൂവിസും മറ്റെല്ലാം ഇവർക്ക് ഡിസിപ്ലിൻ ഉണ്ട്. ആ ഒരു ഡിസിപ്ലിൻ ആവാം അവരുടെ ബിസിനസ് സക്സസ് ആവാണ്. എന്തിനും ഒരു ബേസിക് ഡിസിപ്ലിൻ വേണം. ഓവർ ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി പോകും. ഒരു ബേസിക് ഡിസിപ്ലിൻ അവർക്കുണ്ട്. ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഹലാലുണ്ട്, കോഷറുണ്ട്, അതുപോലെ ഓരോ കൺട്രിക്കും അവരുടേതായ ഫുഡ് ചോയ്സ് അല്ലെങ്കിൽ ഡയറ്റ്സ് ഉണ്ട്. മെഡിറ്ററേനിയൻ അത് എസ്തെറ്റിക്സ് മാത്രമല്ല, പക്ഷെ അത് നമുക്കൊരു ലാർജ് പോപ്പുലേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ബിക്കോസ് ഓരോ ആൾക്കാർക്കും വേണ്ട ഫുഡിന്റെ റിക്വയർമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഏജ് അനുസരിച്ചിട്ടും എൻ്റെ ഹൈറ്റും വെയിറ്റും എൻ്റെ മെഡിക്കൽ കണ്ടീഷനും അനുസരിച്ചിട്ടാണ് ഞാൻ ഏത് ഡയറ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. ദാറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ മേ ബി there are 100,000 ഓഫ് പീപ്പിൾ. അവരെല്ലാം ഒരു ഫുഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് കറക്റ്റ് ആവും? അല്ലല്ലോ, ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ്. ഇൻഡിവിജ്വൽ അല്ലേ? ഇവിടെ ഇപ്പൊ ബീഫ് കഴിക്കാൻ പറ്റില്ല, അതല്ല, അത് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണ്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. ഇവിടെ ഈവൻ ശബരിമല ഏഷ്യയിൽ പോലും ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പല റിലീജിയൻ ഉണ്ട്. ഇത് സെക്യുലർ കൺട്രി. അവർക്ക് അവർ ബിലീഫ് വെച്ച് അവർ കൂട്ടെ എന്തിനും ഇടപെടുന്നത്. ശബരിമല ഏഷ്യയിൽ ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്ത് വളരെ മോശമായി. കാരണം അവർക്ക് അവരുടെ ബിലീഫ് ഉണ്ട്. അവരങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെ മാറ്റുകയാണെങ്കിൽ എല്ലാ പള്ളികളും എല്ലാ അമ്പലത്തും എല്ലായിടത്തും മാറ്റണം. അത് നടക്കും. അപ്പൊ അങ്ങനെ ഫുഡ് ആയാലും എന്താണെങ്കിലും അവരുടെ വിശ്വാസം വെച്ച് പോട്ടെ. എല്ലാവരും അത് തമ്മിൽ ഇന്റർഫെയർ ചെയ്യണ്ട. You mean to have a അവര് അങ്ങനെ സെക്ഷനായിട്ട് പോയിക്കോട്ടെ. ഒരു സെക്യുലർ കൺട്രി അല്ലേ. ഇപ്പൊ ഹിന്ദുയിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഇതിന്റെ ആവശ്യം. ഞാൻ തന്നെ പണ്ട് ഇപ്പൊ ടെക്നോളജി കമ്പ്യൂട്ടർ വന്നോടെ ഹോൾ വേൾഡ് വേണമെങ്കിൽ ഒരു ഗവൺമെന്റിലാക്കാം. അതിലാക്കി കഴിഞ്ഞാൽ വാറ് മറ്റുള്ള ഒഴിവാക്കാം. മനുഷ്യൻ റാഷണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ റാഷണൽ ആണ്. എനിക്ക് മനുഷ്യൻ റാഷണലായി തോന്നുന്നില്ല. ഇനി ഒരു പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം യു ആർ ഓൾറെഡി എ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഇൻ കേരള ആൻഡ് മലയാളീസ് നോ അബൌട്ട് യു. മോസ്റ്റ്ലി നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതൽ വരാറുള്ളത്. നെഗറ്റീവ് പബ്ലിസിറ്റിയേ ഉള്ളൂ, പബ്ലിസിറ്റി ഇല്ല. ഇപ്പോൾ ഇവരെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? കുറെ മണപ്പൂറാണ്. കാരണം ഇവന്മാർ മണ്ടന്മാരാണ്, പൊതുജനം കഴുതയാണ്. ഇവന്മാരുടെ അടുത്ത് നല്ല പറഞ്ഞ ഒരു കാര്യമില്ല. ഞാൻ വളരെ നല്ലതും പറഞ്ഞു. ഫിലോസഫി കുറിച്ചും ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ ഇവന്മാരുടെ നല്ല പറഞ്ഞ ഒരു കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും വേണ്ട നെഗറ്റീവാണ്. മറ്റു ഓഡിയൻസ് എനിക്കറിയില്ല, മലയാളി ഓഡിയൻസിന് വേണ്ട നെഗറ്റീവാണ്. ഇവിടുത്തെ മീഡിയക്കാരെല്ലാം കാണിക്കുന്നത് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഹാപ്പി ബർത്ത്ഡേ പ്രണവ് മോഹൻലാൽ വീഡിയോ ഇട്ടു. ആകെ 3 കമന്റ്. വേറെ കോൺട്രവേഴ്സി വീഡിയോ ഇട്ടപ്പോൾ എത്ര പേരെ റെസ്പോണ്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമാണ്, മീഡിയയുടെ കുഴപ്പം, ആളുകളുടെ കുഴപ്പമില്ല. ഇവർക്ക് വേണ്ട നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. ഇവരെ നന്നാക്കാൻ ഞാൻ കുറെ ശ്രമിച്ചാണ്. സോഷ്യൽ ഫോർമേഷൻ നോക്കിയതാ, അത് നടക്കില്ല. കൂടുതൽ യങ്ങർ പോപ്പുലേഷൻ ആണോ ഇതില്? യങ്ങർ പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മാസം എന്ന് പറയുന്ന മെജോറിറ്റി മാസമാണല്ലോ. മാസം ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, ചിന്താശക്തി ഇല്ല. അമ്മമാരെ തെറി വിളിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. എഡ്യൂക്കേഷൻ ആണോ കൾച്ചർ ഇല്ലായ്മയാണോ? എല്ലാം ഉണ്ട്. എഡ്യൂക്കേഷൻ കൾച്ചർ എല്ലാം ഉണ്ട്. വീട്ടിൽ ബ്രോട്ടപ്പ് ചെയ്യുന്ന രീതിയും എല്ലാം ഒരു കാരണമാണ്. എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നത് കേരളത്തിലെ സ്കൂളുകളൊക്കെ പക്ഷേ നമുക്ക് ഈ കൾച്ചർ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ബൈ എഡ്യൂക്കേഷൻ വെച്ച് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ ഭയങ്കര പഠിപ്പിച്ചിട്ടില്ല പിള്ളേരെ, ഭയങ്കര മാർക്കുള്ള പിള്ളേർക്കല്ല, മാനസികമായിട്ട് വളർച്ചയില്ല. ഇവർ കുറെ ബുക്കിഷ് നോളജ് പറയുന്ന സബ്ജക്ട് പറയുന്നതല്ലാതെ ഇവർക്ക് മാനസിക വളർച്ചയോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. കൾച്ചറൽ എക്സ്പോഷർ ഇല്ല. ഇല്ല. അതൊക്കെയാണ് വേണ്ടത്. ഇവിടെ മെന്റൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇവിടെ പിള്ളേരൊന്നും പഠിത്തം എൻജോയ് ചെയ്യുന്നില്ല. ഇവൻ US പോലും അങ്ങനെയാണ്. എൻ്റെ കസിൻസ് നീസലുണ്ട്. എവിടെയും പഠിത്ത പിള്ളേർ എൻജോയ് ചെയ്യുന്നില്ല. എല്ലായിടത്തും ഭയങ്കര സ്ട്രെസ് ഒക്കെയാണ്. ഇപ്പൊ ഐൻസ്റ്റൈൻ എല്ലാം പറഞ്ഞിട്ട് എക്സാം സിസ്റ്റം ആവശ്യമില്ല, അങ്ങനെ സാധ്യതയൊക്കെയാണ് സിസ്റ്റം. ഈ ടാഗോട്ടല്ല എക്സാം സിസ്റ്റം കളയണം, ഗ്രേഡിങ് കളയാം. ഇപ്പൊ പിള്ളേർ പഠിത്തം എൻജോയ് ചെയ്യുന്നില്ല. ശരിക്കും എഡ്യൂക്കേഷൻ വന്നാൽ തന്നെ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാം. ശരിക്കും എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും എഡ്യൂക്കേഷൻ അല്ല നടക്കുന്നത്. കൾച്ചർ നമുക്ക് ഇനി മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. കുറെ നാളെ അത് കുറെ ടൈം എടുക്കും. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചേഞ്ച് വരുത്താൻ പറ്റാവുന്ന എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ ഈ ഇന്റലക്ച്വൽ ഇന്റർവ്യൂവിന്റെ ഒരു സെക്ഷൻ ഇപ്പോൾ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് കളമശ്ശേരിയിലെ നമ്മളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സന്തോഷ് മാത്യു വോക്കിക്ക്. കളമശ്ശേരി മാത്രമല്ല, എന്നെ പല കൺട്രിയിലും പലയിടത്തും മലയാളീസ് എല്ലാം അറിയാം. സ്മാർട്ട് ഫോമിക്കുന്ന എല്ലാ മലയാളീസിനും അറിയാം. അപ്പോൾ സന്തോഷ് മാത്യു വോക്കിക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ.